നമുക്ക് പ്ലാസ്റ്റിക് കിറ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അത് നമുക്ക് വേസ്റ്റ് ഐറ്റത്തിൽ പെട്ടതാണ്. കാരണം നമുക്ക് അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല. നമുക്ക് കിറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റിലേക്ക് കളയാണ് സാധാരണ ചെയ്യണത്. അപ്പം നമുക്ക് അത് വെച്ചിട്ടൊരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം അതിന് നമ്മൾ കിറ്റ് തന്നെയാണ് വേണ്ടത്. പിന്നെ ഫ്ലോ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലോ മേക്കിംഗ് വയർ, ഫ്ലോ ടേപ്പ്, പിന്നെ ത്രെഡ്, സിസേഴ്സ്, ഇത്രയും സാധനങ്ങൾ മതി അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് കിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ കിറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിന് ഈ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്കിതൊരു ഷീറ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇപ്പോൾ നമുക്ക് ഒറ്റ ഷീറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച വേസ്റ്റാണിത്. ഇത് ആദ്യം മാറ്റി നമ്മളവിടെ ആ ഒരു പിടിക്കുന്ന ഭാഗത്തുള്ള വേസ്റ്റാണ്. ഇത് നമ്മളിങ്ങനെ അങ്ങ് എടുത്തിട്ട് നമ്മളൊരു അരികത്തുനിന്ന് തുടങ്ങാം. നമുക്ക് ഞാനിങ്ങനെ വെച്ച് അപ്പോൾ നമ്മൾക്ക് ഫ്ലവർ എത്രയും വലിപ്പം ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം. ഇപ്പോൾ വലിയ ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പെറ്റലിന് വലുതാക്കി എടുക്കാം. പക്ഷേ ഇത് അത്ര വലുതൊന്നും ആക്കണ്ട. നമുക്കൊരു മീഡിയം സൈസ് ചെയ്യണമായിരിക്കും എപ്പോഴും ഭംഗി. ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാം. ഇങ്ങനെ പിടിച്ച് നമ്മൾ കട്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിട്ട് നമുക്ക് എവിടെ കിട്ടണമെന്ന് നോക്കണം. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണ ഏരിയ നോക്കണം. അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി. അത് കഴിഞ്ഞ് അടുത്ത ഏരിയ എടുക്കുക. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കവർ മാത്രമാണ് ഞാനിപ്പോൾ എടുത്തേക്കണേ. ഇനി നമുക്ക് ഫ്ലവറിന് ഒത്തിരി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കവറും കൂടെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. കളറ് സെയിം ആണെന്ന് നോക്കേണ്ടി വരും. കാരണം ഒരേ കളറിലുള്ളത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു പാക്കറ്റ് ആയിട്ടങ്ങ് വാങ്ങിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരേ കളറിൽ തന്നെ ഒത്തിരി ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടത് ഫ്ലോ മേക്കിംഗ് വയറാണ്. ഫ്ലോ മേക്കിംഗ് വയർ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ്. അത് പല സൈസുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം സൈസ് മതി. നമുക്ക് ആവശ്യത്തിന് സാധാരണ നമുക്ക് സ്റ്റെം എന്തോരം വേണം അതിനേക്കാളും ഒരു 2 ഇഞ്ച് ലെങ്ത് കൂട്ടി അങ്ങ് എടുത്തോ. കാരണം നമുക്ക് ചുറ്റി വരുന്നതും കുറച്ച് ചെറുതായി പോകും. അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് ഇവിടെ അതിനെ നന്നായിട്ട് അങ്ങ് മുറുക്കുക കമ്പിയും കൊണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് നമ്മൾ എടുക്കണനുസരിച്ച് കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അതിനെ വീണ്ടും നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഇങ്ങനെ അതിൻ്റെ അറ്റത്തോട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ട്രിം ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല. ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ ട്രിം ചെയ്ത് പിന്നെ അറ്റം എല്ലാം നല്ല ഒരേ ലെവലിലാക്കി വെക്കുക. അങ്ങനെയാണ് ഷേപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മളിതിനെ പതുക്കെ ഇങ്ങനെ വിടത്തി കൊടുക്കും. ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ വേസ്റ്റ് എടുത്ത് നടുക്ക് വെച്ചിട്ട് അതിനെ ഓരോ പീസ് ഇങ്ങനെ കവർ ചെയ്തെടുത്ത് നമ്മൾ അതിനെ ഒരു ഫ്ലവറാക്കി എടുത്ത് ഇനി ഇതിനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഫ്ലവർ ടൈപ്പ് ചുറ്റണം.
ഇപ്പം നമ്മൾ ഇപ്പോൾ ഡ്രൈ ഫ്ലവറൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ ഫുൾ അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഫ്ലവർ ടൈപ്പ് ചുറ്റിയിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കാണുന്നേ ഇല്ല. ഫ്ലവർ ഇത് അറേഞ്ച് ചെയ്യാനുള്ള ഫ്ലവർ ആയതുകൊണ്ട് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണില്ല, അതിൻ്റെ അടിഭാഗത്ത് കാണുന്നില്ല. അപ്പോൾ ഫ്ലവർ ടൈപ്പ് അത്ര അത്യാവശ്യമല്ല ഇങ്ങനെ ഫുള്ളിങ്ങനെ ലീവ്സിൻ്റെ ഇടയ്ക്ക് അറേഞ്ച് ചെയ്യാനുള്ളതിന്. ഫ്ലവർ ടൈപ്പ് അത്ര അത്യാവശ്യമില്ല, അറ്റം വരേക്കും വേണ്ട. നമ്മൾ കുത്താനുള്ള ഭാഗമൊക്കെ അങ്ങ് നമ്മൾ കുത്തി വയ്ക്കുന്ന ഫോമിലേക്ക് ആയിരിക്കും മിക്കവാറും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുത്തി വയ്ക്കാനുള്ള ഏരിയയ്ക്ക് നമുക്ക് ഫ്ലവർ ടൈപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഫ്ലവർ ടൈപ്പും കൂടെ കുത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് റെഡിയായി. ഇപ്പം നമ്മൾ ഒത്തിരി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും, നല്ല ഭംഗിയില്ലേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. കാരണം കിറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ച എല്ലാവർക്കും നല്ലോണം മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാം നമുക്ക് കുറേ ഫ്ലവേഴ്സ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ കളയേണ്ടി വരും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലീവ്സ് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതങ്ങോട്ട് നല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ നാളത്തേക്ക് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.